നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം പാർട്ടി പാർട്ടി രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ നടത്തിയ സമരങ്ങൾ നിങ്ങൾ ഇതിനകം കണ്ടു കഴിഞ്ഞല്ലോ. അതിൽ ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ഇത് ഏത് ഗ്രഹത്തിൽ നിന്ന് വന്ന ജീവികളാണ് എന്ന് പോലും തോന്നത്തക്ക തരത്തിലുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ രീതിയിൽ ട്രോളുകളും മറ്റുമൊക്കെ ഉണ്ട്. അതിലെ ചില ചിത്രങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടും ശ്രദ്ധിക്കാതെ പോയ ഒരാളുടെ മുഖമുണ്ട്. സുദേഷ് ഗോയൽ എന്നാണ് ഈ വ്യക്തിയുടെ പേര്. ഡൽഹി നിവാസിയല്ല, ഹരിയാനക്കാരിയായിട്ടുള്ള വ്യക്തിയാണ് ഈ സുദേഷ് ഗോയൽ എന്ന വ്യക്തി. ഡൽഹിയിൽ പ്രത്യേകിച്ചും നരേന്ദ്രമോദിക്കും BJPക്കും എതിരെ നടക്കുന്ന ഏതൊരു സമരത്തിലും ഇവരുടെ സ്ഥിരം സാന്നിധ്യമുണ്ട്. ഒരുപക്ഷെ ഇതുപോലുള്ളവരെ ആയിരിക്കണം ഒരിക്കൽ നരേന്ദ്രമോദി ആന്തോളൻ ജീവി എന്ന് വിളിച്ചത്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊരു ടീമാണ്. ഇവരാണതിനെ നയിക്കുന്നത്. പണം കിട്ടിയാൽ ആർക്ക് വേണ്ടിയും പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് സമരത്തിൻ്റെ മുൻനിരയിൽ കാണും. ഒരിക്കൽ നമ്മുടെ അഭിമാനമായ PT ഉഷയെ ആക്രമിക്കാൻ വരെ ഇവർ മുതിർന്നതാണ്. അവർ ഗുസ്തിക്കാരുടെ സമരത്തിലുണ്ട്, കർഷകരുടെ സമരത്തിലുണ്ട്, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരത്തിനുണ്ടായിരുന്നു, കാശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ അതിനെതിരെയുള്ള സമരത്തിലും അവരുണ്ടായിരുന്നു, മുത്തലാഖ് നിരോധന ബില്ല് പാസ്സായപ്പോൾ അതിനെതിരെയുള്ള സമരത്തിനും അവരുണ്ടായിരുന്നു. അങ്ങനെ ഏതൊക്കെ സമരം നടന്നിട്ടുണ്ടോ അതിലൊക്കെ അവർ കാണും. പക്ഷേ അവരിപ്പോൾ തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഏതൊരു സമരത്തിനും കാശ് കിട്ടിയാൽ പങ്കെടുക്കുന്ന ആന്തോളൻ ജീവിയാണ് എന്ന് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം. കഴിഞ്ഞ ദിവസം ഈ പാർട്ടിയുടെ സമരത്തിലും അവർ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അതിലുമുണ്ടായിരുന്നു അവർ. സുദേഷ് ഗോയൽ എന്ന ഈ ആന്തോളൻ ജീവിയെ ഒരുപക്ഷെ നമ്മൾ കണ്ട കുറേ ദൃശ്യങ്ങളുടെ ഇടയിൽ നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചു കാണില്ല. പക്ഷേ അവർ ഇന്നലെയും ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. കഴിഞ്ഞ ദിവസം ജെൻസികളാണ് പ്രധാനമായിട്ടും സമരത്തിനിറങ്ങുന്നത് എന്ന് അവർ അവകാശപ്പെട്ടപ്പോഴും വന്ന ആളുകളെ നോക്കുക. ചിലരൊക്കെ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ പറയും എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളുമായിട്ടായിരുന്നു അവിടെ വന്നത്. ചിലർ പഴയ ആസാദി മുദ്രാവാക്യവും പൊടുത്തട്ടിക്കൊണ്ടാണ് വന്നത്. ചിലർ നല്ല പ്രായമുള്ള ആളുകളായിരുന്നു, ഞങ്ങൾ കോക്രോച്ചുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ വേലയും കൂലിയും ഇല്ലാത്ത ഡൽഹിയിൽ അവിടെ JNUവിൽ അട്ടിപ്പേര് കിടക്കുന്ന SFIക്കാർ, ASFകാർ, പിന്നീട് ഇവിടെ അവിടുത്തെ തന്നെ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായിരിക്കുന്ന CPMൻ്റെ ആളുകൾ, അവരുടെ പോഷക സംഘടനകളുടെ ആളുകൾ, പിന്നീട് ഇവിടുന്ന് ലക്ഷദ്വീപിൽ നിന്ന് താത്ത വരെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ലക്ഷദ്വീപിലെ ഐഷ സുൽത്താന എന്ന് ഒക്കെ അറിയപ്പെടുന്ന, സോഷ്യൽ മീഡിയയിൽ ലക്ഷദ്വീപ് താത്ത എന്നറിയപ്പെടുന്ന അവരും ഒരു പാറ്റയുടെ മുഖം മൂടിയും വെച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ യാതൊരു ലക്ഷ്യബോധമോ ആസൂത്രണമോ യാതൊന്നുമില്ലാത്ത ആരെയൊക്കെയോ ചിലരെയൊക്കെ കാശ് കൊടുത്തും അവിടെ കൊണ്ടുവന്ന് സമരത്തിന് കുറച്ച് ആളുകൾ കൊണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടിയ ഒരു സമരമായിരുന്നു. പക്ഷേ അതിനിടയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സുദേഷ് ഗോയൽ എന്ന് പറഞ്ഞ ഈ സ്ത്രീയെ പോലുള്ളവരുടെ മുഖമാണ്. ഈ രാജ്യത്തിനെതിരെ എന്ത് സമരം നടന്നാലും അതിലൊക്കെ പങ്കുകൊള്ളുന്ന ഇവരെ പോലെയുള്ളവരെ നമ്മൾ കരുതിയിരിക്കണം. ഇങ്ങനെ ഒരാളോ 9 പേരോ 10 പേരോ 100 പേരോ ആയിരിക്കില്ല. അവസരത്തിനായിട്ട് നോക്കി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഫ്രട്ടേണിറ്റി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില സംഘടനകളുണ്ട്. ഇവിടെ 100% സുഡാപ്പികളായിട്ടുള്ളവരാണ്. അവരുടെ സ്റ്റുഡൻസ് വിഭാഗവും ഇന്നലെ ആ സമരത്തിനുണ്ടായിരുന്നു എന്ന് കാണുമ്പോഴാണ് ഇതിലെ അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ സർക്കാർ വളരെ ബുദ്ധിപൂർവ്വം തന്നെ അങ്ങേയറ്റം കരുതലോടെ അവഗണിച്ച് തന്നെയാണ് ഈ സമരത്തിൻ്റെ മുനയൊടിച്ചത്. ഇന്നിപ്പോൾ അവരെ പൊക്കിക്കൊണ്ട് കിടന്ന മാധ്യമങ്ങൾക്കടക്കം പറയേണ്ടി വന്നു അവരുടെ സമരമെന്നത് നനഞ്ഞ പടക്കമായിരുന്നു, ചീറ്റിപ്പോയി എന്ന്. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആന്തോളൻ ജീവികൾ ഇതിലെല്ലാം നുഴഞ്ഞു കയറുന്നുണ്ട് എന്നതാണ്. അതൊരു വസ്തുതയാണ്.